നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശയിലെ MSP താങ്ങുവില നിയമം പാസാക്കും വരെ ദില്ലി ചലോ കർഷക പ്രക്ഷോഭം തുടരുമെന്ന് കിസാൻ മസ്ദൂർ മോർച്ച നേതാവ് സൻവന്ത് സിംഗ് പത്തേർ. ജില്ലാ സംസ്ഥാന ഓഫീസ് ജീവനക്കാർക്ക് വേതനം നൽകുകയും പുനർവിന്യാസ അനുമതി നൽകാതെ സാക്ഷരതാ പ്രേരക്മാർക്ക് വേതനം മുടക്കുകയും ചെയ്യുന്നത് അനീതിയാണെന്ന് ദേശീയ സാക്ഷരതാ പ്രവർത്തക യൂണിയൻ. PT റഫീഖ് സ്മാരക പുരസ്കാരം സംവിധായകൻ സിബി മലയിൽ നിന്നും നടൻ സുധീഷ് ഏറ്റുവാങ്ങി. പ്രമുഖ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ മടവൂർ CM മക്കാം ഉറൂസ് മുബാറക് ഏപ്രിൽ 13 മുതൽ 17 വരെ നടക്കും. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ഡോക്ടർ M.S. സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശയിലെ MSP താങ്ങുവില നിയമം പാസാക്കും വരെ ദില്ലി ചലോ കർഷക പ്രക്ഷോഭം തുടരുമെന്ന് കിസാൻ മസ്ദൂർ മോർച്ച നേതാവ് സർവൻ സിംഗ് പന്തേർ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. तो जो फॉरेस्ट में किसान पेड़ पौधे उगाता है, अगर उसकी सुनिश्चित मंडी हो जाए, मंडी और रेट अच्छा मिले, तो हम खुद फॉरेस्ट बना लेंगे. तो उसके ज्यादा से ज्यादा अगर पेड़ पौधों के नीचे रकबा आएगा खेती सेक्टर का, उससे जो ये बढ़ रहा तापमान दुनिया का, ये इसमें हम लोग बचाव में काम करेंगे. तो हमें जो भी हम अपने फल पेड़ पौधे बोते उसका उचित मूल्य नहीं मिलता, तब हम छोड़ देते हैं. एक तो और इसका दूसरा, जो भी ग्लोबलाइज वार्मिंग हो रही है, ये कॉर्पोरेट मॉडल की वजह से हो रही है. ദില്ലിയിലെ കർഷക പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ട യുവ കർഷകൻ ശുഭകരൺ സിംഗിന്റെ ചിതാഭസ്മവുമായി രാജ്യത്താകമാനം യാത്ര ചെയ്യുന്നതിന്റെ ഭാഗമായി കിസാൻ മസ്ദൂർ നേതാക്കൾ കോഴിക്കോട്ടുമെത്തി. ഫാസിസ്റ്റ് കോർപ്പറേറ്റ് കൂട്ടുകെട്ട് തകർക്കപ്പെടേണ്ടത് കർഷകരുടെയും തൊഴിലാളികളുടെയും പീഡിത ജനവിഭാഗത്തിന്റെയും ആവശ്യമാണെന്ന് നേതാക്കൾ കോഴിക്കോട് പ്രസ് ക്ലബിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. MSP നിയമം പാസാക്കി കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പാക്കുക, കർഷകരെയും തൊഴിലാളികളെയും കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക, ഒന്നാം കർഷക സമരത്തിലെ മുഴുവൻ കേസുകളും പിൻവലിക്കുക തുടങ്ങിയ സുപ്രധാന ആവശ്യങ്ങളാണ് കിസാൻ മസ്ദൂർ മോർച്ച സംഘടന ആവശ്യപ്പെടുന്നത്. ആര് ഭരിച്ചാലും കർഷകരുടെ അവകാശങ്ങൾ നേടുന്നതിന് വേണ്ടി കിസാൻ മസ്ദൂർ മോർച്ച സമരം തുടരുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ സർവൻ സിംഗ് പന്തേർ, രജവീന്ദർ സിംഗ് ഗോൾഡൻ, ഹർവീന്ദർ സിംഗ് തുടങ്ങിയ നേതാക്കൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ സംസ്ഥാന ഓഫീസ് ജീവനക്കാർക്ക് വേതനം നൽകുകയും പുനർവിന്യാസ അനുമതി നൽകാതെ സാക്ഷരതാ പ്രേരക്മാർക്ക് വേതനം മുടക്കുകയും ചെയ്യുന്നത് അനീതിയാണെന്ന് ദേശീയ സാക്ഷരതാ പ്രവർത്തക യൂണിയൻ. വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രേരക്മാർ യാചനാ സമരം നടത്തി. മാസങ്ങളായി സാക്ഷരതാ പ്രേരക്മാർക്ക് വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ദേശീയ സാക്ഷരതാ പ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിൽ യാചനാ സമരം സംഘടിപ്പിച്ചു. 2022 മാർച്ചിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലായിരുന്നു പ്രേരകുമാരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുനർവിന്യസിക്കാൻ തീരുമാനിച്ചത്. വിഷയം പഠിക്കുന്നതിന് 3 അംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇത് സംബന്ധിച്ച് പിന്നീട് യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് പ്രേരകുമാരുടെ യൂണിയനുകൾ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു. ഇതേ തുടർന്നാണ് പുനർവിന്യസിച്ചുകൊണ്ടുള്ള ഉത്തരവ് സെപ്റ്റംബർ 21 ഇറങ്ങിയത്. പുനർവിന്യാസ ഉത്തരവ് ഇറങ്ങിയ ദിവസം വരെയുള്ള വേതനം സാക്ഷരതാ മിഷനും തുടർന്നുള്ള വേതനം തദ്ദേശ സ്വയംഭരണ വകുപ്പും നൽകാനാണ് ഉത്തരവിൽ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബർ മുതലുള്ള വേതനം പ്രേരകുമാർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. കൂടാതെ സേവന വേതന വ്യവസ്ഥകളും നിർണയിച്ചിട്ടില്ല. പുനർവിന്യാസം സംബന്ധിച്ച് ധനകാര്യ വകുപ്പിൽ നിന്ന് അനുമതി ലഭിക്കാത്തതാണ് വേതനം മുടങ്ങാൻ കാരണമെന്ന് അധികൃതർ പറയുന്നു. എന്നാൽ ജില്ലാ സംസ്ഥാന ഓഫീസ് ജീവനക്കാർക്ക് വേതനം മുടങ്ങാറുമില്ല. ഇത് അനീതിയാണെന്ന് യൂണിയൻ പറയുന്നു. INTUC ജില്ലാ പ്രസിഡന്റ് K. രാജീവ് ഉദ്ഘാടനം ചെയ്തു. വളരെ നല്ല നിലയ്ക്ക് സുസ്ഥിരമായ സേവനം നടത്തുന്ന ഈ തൊഴിലാളികളെ 2022 വരെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിരുന്ന
സാക്ഷരതാ പ്രേരകന്മാരെ 2022 മാർച്ചിൽ നടന്ന മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് വിന്യസിക്കുകയാണുണ്ടായത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി രാമചന്ദ്രൻ അധ്യക്ഷനായി. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശശികുമാർ ചേളന്നൂർ, ഓർഗനൈസിംഗ് സെക്രട്ടറി മോഹൻദാസ് ഓനിയിൽ, AC രവികുമാർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. PT റഫീഖ് സ്മാരക പുരസ്കാരം സംവിധായകൻ സിബി മലയിൽ നിന്ന് നടൻ സുധീഷ് ഏറ്റുവാങ്ങി. നിലാവ് ട്രസ്റ്റ് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി നാടകകൃത്ത് ജയപ്രകാശ് കൂളൂർ ഉദ്ഘാടനം ചെയ്തു. നിലാവ് ട്രസ്റ്റ് സംഘടിപ്പിച്ച PT റഫീഖ് അനുസ്മരണം നാടകകൃത്ത് ജയപ്രകാശ് കുളൂർ ഉദ്ഘാടനം ചെയ്തു. PT റഫീഖ് സ്മാരക പുരസ്കാരം നടൻ സുധീഷിന് സംവിധായകൻ സിബി മലയിൽ സമ്മാനിച്ചു. കോഴിക്കോട് തനിക്ക് ഒരുപാട് സന്തോഷവും സങ്കടങ്ങളും നൽകിയിട്ടുണ്ടെന്ന് സിബി മലയിൽ പറഞ്ഞു. 22 വർഷം മുൻപ് മരിച്ച റഫീഖിനെ ഓർത്തുകൊണ്ടാണ് സുഹൃത്തുക്കൾ മുടങ്ങാതെ അനുസ്മരണം നടത്തുന്നത്. ഇതെല്ലാം നല്ല മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യമായ ഒരു നഗരം കൂടിയാണ്. ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും എനിക്ക് തന്ന ഒരു നഗരം കൂടിയാണിത്. സന്തോഷങ്ങൾ ഒരുപാടുണ്ട്, സങ്കടങ്ങൾ കുറച്ചാണെങ്കിൽ പോലും. എൻ്റെ ആദ്യത്തെ ദേശീയ പുരസ്കാരം എനിക്ക് ലഭിച്ച ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം എന്ന സിനിമ ഞാൻ ഷൂട്ട് ചെയ്തത് കോഴിക്കോടാണ്. പിന്നീട് രണ്ടാമതൊരു ദേശീയ പുരസ്കാരം കിട്ടിയ കാണാക്കനാവും ഞാൻ കോഴിക്കോടാണ് ഷൂട്ട് ചെയ്തത്. മോഹൻലാലിൻ്റെ ആദ്യത്തെ ദേശീയ അവാർഡ് കിട്ടിയ ഭാരതം ഷൂട്ട് ചെയ്തത് കോഴിക്കോടാണ്. എൻ്റെ തന്നെ ഏറ്റവും മികച്ച സിനിമയെന്ന് ഞാൻ കരുതുന്ന സതയം ഷൂട്ട് ചെയ്തതും കോഴിക്കോടാണ്. അങ്ങനെ കോഴിക്കോട് പശ്ചാത്തലമാക്കി ഞാൻ 7-8 സിനിമകൾ കോഴിക്കോട് നഗരത്തിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ നഗരം നൽകുന്ന ഒരു ഊർജമുണ്ട്. നമ്മളൊരു കലാസൃഷ്ടി സംഭവിക്കുമ്പോൾ, നമ്മളതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഊർജം തരുന്നത് ഈ ദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരുപാട് കലാകാരന്മാരെ ജന്മം നൽകിയ ഒരു നഗരമാണ്. ഷാജി കാളാണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു. പോൾ കല്ലാനോട്, ഡോക്ടർ AK അബ്ദുൽ ഹക്കീം, KK മൊയ്തീൻ കോയ, MA ഷഹനാസ്, ശിവദാസ് പൊയിൽക്കാവ്, നിശാന്ത് കൊടമന, അൻവർ കുയിമൽ, അജി കിഴക്കേടത്ത് എന്നിവർ പ്രസംഗിച്ചു. നിലാവേ വാ ഗാനസന്ധ്യയും ഓസ്കാർ പുരുഷു നാടകവും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രമുഖ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ മടവൂർ CM മക്കാം ഉറൂസ് മുബാറക് ഏപ്രിൽ 13 മുതൽ 17 വരെ നടക്കും. വിവിധ ചടങ്ങുകളിൽ മത, വിദ്യാഭ്യാസ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. 17-ന് അന്നദാനത്തോടെ 5 ദിവസത്തെ ചടങ്ങുകൾ സമാപിക്കും. വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ റിലീഫ് പ്രവർത്തന രംഗത്തുമൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. കേരളക്കരയിലെ പ്രഗത്ഭരായ മതപണ്ഡിതന്മാരുടെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട CM മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാരുടെ വേർപാടിൻ്റെ ദിവസം എല്ലാ വർഷവും ഷവ്വാൽ ഇത്തര കലണ്ടർ പ്രകാരമാണ് അത് നടത്തി വരാറുള്ളത്. ഷവ്വാൽ മാസമാണ്. ഈ വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഉറൂസ് മുബാറക്ക് ആണ്ട് നേർച്ച നാളെ മുതൽ, ഷവ്വാൽ 4 നാളെ മുതൽ 5 ദിവസങ്ങളിലായി മടവൂരിൽ നടക്കുകയാണ്. ഏപ്രിൽ 13 രാവിലെ നടക്കുന്ന മഖാം സിയാറത്തിന് സമസ്ത കേരള ജമയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകും. തുടർന്ന് കൊടിയുയർത്തൽ കർമ്മം മഖാം കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് NPM സൈനുൽ ആബിദീൻ തങ്ങൾ കാസർഗോഡ് നിർവഹിക്കും. ഏപ്രിൽ 14 ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന CM മഖാം ജാമിയ അശ്ശരിയ സന്നദ്ധാന സമ്മേളനം പാണക്കാട് സയ്യിദ് സൗദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സന്നദ്ധാനം നിർവഹിക്കും. ഏപ്രിൽ 15 തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന മജ്ലിസുന്നൂർ വാർഷികം പാണക്കാട് സയ്യിദ് നാസർ ഹയ്യ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഉറൂസ് മുബാറക്കിന്റെ പ്രധാനമായ ആയിരങ്ങൾ സംബന്ധിക്കുന്ന ദിക്ർ ദുആ സമ്മേളനം 16-ന് ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കും. സമസ്ത കേരള ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും മഖാം കമ്മിറ്റി ജനറൽ സെക്രട്ടറി U ഷറഫുദ്ദീൻ, സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ A അബ്ദുറഹിമാൻ, കൺവീനർമാരായ VC റിയാസ് ഖാൻ, ഫൈസൽ ഫൈസി മടവൂർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഹാരിസ് അഷ്ഹരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The Chennai Silks Ramzan and Vishu Festival Sales Exhibition 5-4-2024 മുതൽ 13-4-2024 വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 9 മണി വരെ സിറ്റി ഹൗസ് YMCAക്ക് സമീപം കണ്ണൂർ റോഡ് കോഴിക്കോട്. The Chennai Silks. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The Chennai Silks Ramzan and Vishu Festival Sales Exhibition 5-4-2024 മുതൽ 13-4-2024 വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 9 മണി വരെ സിറ്റി ഹൗസ് YMCAക്ക് സമീപം കണ്ണൂർ റോഡ് കോഴിക്കോട്. The Chennai Silks. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. താളിയോല പുരസ്കാരം സമർപ്പിച്ചു. വന്യജീവി ഫോട്ടോഗ്രാഫി രംഗത്തെ അംഗീകാരമായി ഫോട്ടോഗ്രാഫർ ഷൈജു കേളത്തറ പുരസ്കാരം സ്വീകരിച്ചു. TJ വിനോദ് MLA പുരസ്കാരം സമർപ്പിച്ചു. താളിയോല പുരസ്കാര സമിതിയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ലോക വന്യജീവി ദിനാചരണത്തോടനുബന്ധിച്ച് താളിയോല സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ താളിയോല പുരസ്കാരം വന്യജീവി ഫോട്ടോഗ്രാഫർ ഷൈജു കേളന്തറയ്ക്ക് TJ വിനോദ് MLA സമർപ്പിച്ചു. വന്യജീവി ഫോട്ടോഗ്രാഫി രംഗത്തെ പ്രാവീണ്യവും താൽപര്യവും പ്രയത്നവും പരിഗണിച്ചാണ് പുരസ്കാരത്തിന് ഷൈജു കേളന്തറയെ തിരഞ്ഞെടുത്തത്. താളിയോല സാംസ്കാരിക സമിതി പ്രസിഡന്റ് PI അജയൻ അധ്യക്ഷത വഹിച്ചു. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ, KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ CS, ചെല്ലമ്മ ടീച്ചർ, ഷാജി ജോർജ്, ഷൈജു കേളന്തറ, VP സനീപ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി UDYF-ന്റെ നേതൃത്വത്തിൽ വാക്ക് വിത്ത് MKR സംഘടിപ്പിച്ചു. ബീച്ചിൽ നേതാക്കളായ PK ഫിറോസിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ജാഥയിൽ സ്ഥാനാർത്ഥികളും അണിനിരന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെയും നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ചിൽ ഗാന്ധി റോഡിൽ നിന്നും സൗത്ത് ബീച്ചിലെ രക്തസാക്ഷി സ്തൂപം വരെയായിരുന്നു ജാഥ. ബാൻഡ് വാദ്യങ്ങളും വർണ്ണത്തോരണങ്ങളും സ്ഥാനാർത്ഥിയുടെ കട്ടൌട്ടുകളും നിറഞ്ഞ ഗംഭീര അകമ്പടി ജാഥ പരിപാടിയുടെ ആവേശം വാനോളമുയർത്തി. സമാപന പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും സ്ഥാനാർത്ഥി MK രാഘവനും സംസാരിച്ചു. മറ്റുള്ളവര് ചിഹ്നം നിലനിർത്തുവാൻ വേണ്ടി മത്സരിക്കുമ്പോൾ നമ്മൾ മത്സരിക്കുന്നത് ഈ രാജ്യത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ്. ഈ രാജ്യത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പോരാട്ടത്തിൽ നമ്മുടെ മുന്നണി, ഈ കോഴിക്കോട്ട് മുന്നിൽ നിർത്തിയിരിക്കുന്ന നമ്മുടെ മുന്നണി പോരാളി ഏറെ പ്രിയപ്പെട്ട ശ്രീ MK രാഘവനാകുമ്പോ ഒരു കാര്യത്തിൽ തർക്കമേതുമില്ല, ഒരു കാര്യത്തിൽ ആത്മവിശ്വാസക്കുറവില്ല, ഒരു കാര്യത്തിൽ സംശയമേതുമില്ല. ചടങ്ങിൽ യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി T മൊയ്തീൻ കോയ അധ്യക്ഷത വഹിച്ചു. വ്യാഴാഴ്ച രാവിലെ എലത്തൂർ നിയോജക മണ്ഡലത്തിലായിരുന്നു സ്ഥാനാർത്ഥി MK രാഘവന്റെ പര്യടനം. തുടർന്ന് കുന്നമംഗലം മണ്ഡലത്തിലും വൈകിട്ട് കോഴിക്കോടും വിവിധ സ്ഥാപനങ്ങളിൽ സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആകാശവിസ്മയം തീർക്കുന്ന അപകടരഹിത പടക്കം മുതൽ കളിപ്പാട്ടങ്ങൾക്ക് സമാനമായ പൂത്തിരിയും മത്താപ്പൂവുമാണ് ഇത്തവണത്തെ വിഷുവിനെ കാത്തിരിക്കുന്നത്. എലത്തൂർ VJ പടക്കക്കടയിൽ നിന്നും സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ പടക്കക്കട സംരംഭകയുടെ വിശേഷങ്ങളിലേക്ക്. കറങ്ങുന്ന കമ്പിത്തിരി, കോഴിമുട്ടയിടുന്ന ഫയർ എഗ് പൂത്തിരി, ഒരേ സമയം ഡബിൾ ഷൂട്ടിൽ ഉപയോഗിക്കാവുന്ന റോൾ ക്യാപ്പും റിങ് ക്യാപ്പും, കളർ മാറി വരുന്ന ബട്ടർഫ്ലൈ നെൽചക്രം, വിഷു പടക്ക വിപണി കീഴടക്കാൻ ന്യൂജൻ ട്രെൻഡിംഗ് ഉൽപ്പന്നങ്ങളാണ് ഇത്തവണ കോഴിക്കോട് എലത്തൂർ VJ ഫയർ വർക്സിൽ ഒരുക്കിയത്. സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ സംരംഭകയുടെ പടക്ക വിതരണശാല എന്ന പ്രത്യേകതയും ഈ കടയ്ക്കുണ്ട്. ഈ ഒരു ഫീൽഡിൽ വനിതകൾ കുറവാണെന്നല്ല, തീരെ ഇല്ല. അപ്പോൾ അതിൽ ഈ ഒരു സംഭവത്തിനോട് എനിക്ക് കുറച്ച് ക്രേസ് ഉണ്ടായതുകൊണ്ട് അതൊന്ന് പരീക്ഷിച്ചു നോക്കാന്നുള്ള രീതിയിൽ പരീക്ഷിച്ചു. അപ്പോൾ ഇതിപ്പോൾ 4ാമത്തെ വർഷമാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ രീതിയിൽ മുന്നേറാൻ കഴിഞ്ഞു. ഇതിപ്പോൾ മിനിയാന്ന് 2ാമത്തെ ഷോറൂം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ ഒരു പടക്കം എന്ന് പറയുന്നത് എല്ലാവരും ഒരു പേടിയോടെയാണ് പലപ്പോഴും നോക്കി കാണാറ്. പക്ഷേ അപകടരഹിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ ക്വാളിറ്റി കൂടുതൽ കൊടുത്തിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഭയങ്ങളൊക്കെ മാറി
നമ്മുടെ പ്രൊഡക്ട്സ് കൂടുതൽ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ഈസ്റ്ററിന് പിന്നാലെ റംസാൻ, തുടർന്ന് വിഷു, അതിനൊപ്പം ലോക്സഭാ ഇലക്ഷൻ പ്രചരണം. പടക്ക വിപണിക്ക് പതിവിനേക്കാൾ ഉണർവാണ് ഇത്തവണയുള്ളത്. യാത്രക്കിടയിൽ പടക്കം വാങ്ങാനെത്തിയ ഗായകൻ കൊല്ലം ഷാഫിക്ക് പറയാനുള്ളത് ഇതാണ്. ആഘോഷങ്ങളൊക്കെ സന്തോഷിക്കാനുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ കട വന്ന് നമ്മളെ കോഴിക്കോട് പോകുന്ന എൽത്തൂർ DJ ഫയർ വർക്ക്സ്, നമുക്കറിയാവുന്ന ഒരു ടീമില്ലേ, ഇവിടെ വന്ന് ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് ചെറിയ പൈസക്ക് വലിയ സന്തോഷം കൊണ്ടുപോകാം. 15 രൂപയുടെ കമ്പിത്തിരി മുതൽ 15,000 രൂപ വിലയുള്ള മാലപ്പടക്കം വരെ കടയിലുണ്ട്. കുറഞ്ഞ ചെലവിൽ പുതുമയും അപകടരഹിതവുമായ പടക്കങ്ങൾക്ക് ആവശ്യക്കാർ ഏറെ. അവരെ തൃപ്തിപ്പെടുത്താനുള്ളത് ഇവിടെയുണ്ടെന്ന് ചിത്രയും ഭർത്താവ് ജിനേഷും ഉറപ്പിച്ചു പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The Chennai Silks Ramzan and Vishu Festival Sales Exhibition 5-4-2024 മുതൽ 13-4-2024 വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 9 മണി വരെ സിറ്റി ഹൗസ് YMCA സമീപം കണ്ണൂർ റോഡ് കോഴിക്കോട്. The Chennai Silks. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The Chennai Silks Ramzan and Vishu Festival Sales Exhibition 5-4-2024 മുതൽ 13-4-2024 വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 9 മണി വരെ സിറ്റി ഹൗസ് YMCA സമീപം കണ്ണൂർ റോഡ് കോഴിക്കോട്. The Chennai Silks. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സെന്റ് ഫ്രാൻസിസ് സേവിയർ കോൺഫറൻസിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ കുണ്ടായിത്തോട് സെന്റ് ആന്റണീസ് ചർച്ചിൽ നടന്നു. കൃതജ്ഞതാ ബലിക്ക് ഫാദർ ജോൺസൺ അറശ്ശേരിയിൽ കാർമ്മികത്വം വഹിച്ചു. സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി സെന്റ് ഫ്രാൻസിസ് സേവിയർ കോൺഫറൻസിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ കുണ്ടായിത്തോട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വെച്ച് നടന്നു. ഫാദർ ജോൺസൺ അറശ്ശേരിയിൽ അച്ഛന്റെ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാ ബലി നടന്നു. ബ്രദർ സജു ചീരൻ പ്രാരംഭ പ്രാർത്ഥന നടത്തി. ബ്രദർ ആന്റണി മോഴിക്കാട് സ്വാഗതം ആശംസിച്ചു. മഞ്ജു സജു ചീരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ജോൺസൺ അറശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ചു. താമരശ്ശേരി CCA പ്രസിഡന്റും വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ കേരള റീജിയൻ കൗൺസിൽ കോർഡിനേറ്ററുമായ ബ്രദർ തോമസ് പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ബ്രദർ റോയ് ചാക്കോ പുറത്തായിൽ, ബ്രദർ സിറിയക് മാത്യു പാലംതിട്ടേൽ, ബ്രദർ AC ഷാജി, ശ്രീമതി ഷീല ജോസഫ്, ശ്രീ മാത്യു കഡോൺ, ശ്രീമതി ഉഷ മനോഹരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിൻസെൻഷ്യൻ പ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കിയ അംഗങ്ങളെ മെമന്റോ നൽകി ആദരിച്ചു. ട്രീസ ആന്റണി നന്ദി പ്രകാശനം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലയാള സിനിമയിൽ 100 സിനിമകൾ പൂർത്തിയാക്കിയ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കരയെ ആദരിച്ചു. സ്റ്റണ്ട് ആക്ടേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പൊന്നാടി അണിയിച്ച് മെമന്റോ നൽകി. സ്റ്റണ്ട് ആക്ടേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് കൈരളി ശ്രീ തിയേറ്ററിലെ വേദി ഓഡിറ്റോറിയത്തിൽ വെച്ച് മലയാള സിനിമയിൽ 100 സിനിമകൾ പൂർത്തിയാക്കിയ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കരയെ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു. ചടങ്ങിൽ സംവിധായകൻ PK ബാബുരാജ്, തിരക്കഥാകൃത്ത് ജയശങ്കർ പുതുവത്ത്, ദീപക് ധർമ്മടം, മനോജ് മഹാദേവ, മുരളി ഗുരുക്കൾ, രാജേഷ് ഗുരുക്കൾ എന്നിവർ സംസാരിച്ചു. ഷാജി പട്ടിക്കര അദ്ദേഹത്തോട് നമസ്കാരം പറയുകയാണെങ്കിൽ 5000 കൈകൾ വേണം. 2 കൈകൊണ്ട് നമസ്കാരം പറഞ്ഞ തീരില്ല. കാരണം ഞങ്ങൾ തമ്മിൽ ബന്ധത്തിൽ അദ്ദേഹത്തിന്റെ ആ സ്നേഹ സാമ്രാജ്യവും അത് മൂപ്പരനുണ്ടാക്കി കൊടുത്തുള്ളതാണ്. അതിലൊരു അംഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പൂർവാർജിതമായിട്ടുള്ള ഒരു ഭാഗ്യമാണ്. കാരണം അത്രയ്ക്ക് സ്നേഹത്തിന് അർഹനാണോ ഞാൻ എന്നുള്ളവരെ എനിക്ക് പലപ്പോഴും സംശയം തോന്നാറ്. മാത്രമല്ല അദ്ദേഹത്തിന് അവിടെ ശിക്ഷകളും അനുകരിക്കാവുന്നതാണ്. ഇത്രയും പ്ലാൻ ചെയ്ത്, മാത്രമല്ല സത്യസന്ധത കീപ്പപ്പ് ചെയ്ത് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കേണ്ട എന്റെ ഷാജി. ഈ ചടങ്ങോടനുബന്ധിച്ച് കോഴിക്കോട്ടെ സിനിമാ നാടക കലാകാരന്മാർക്ക് റംസാൻ വിഷു കിറ്റ് വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
എരവട്ടൂർ കുട്ടോത്ത് തേക്കിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മെഗാ തിരുവാതിര അരങ്ങേറി. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നിരവധി കലാകാരികൾ ചുവടുവെച്ചു. പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായാണ് പരിപാടികൾ നടന്നത്. എരവട്ടൂർ കുട്ടോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നവീകരണ കലശത്തോടനുബന്ധിച്ച് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിര നടത്തി. ശ്രീജ രാധാകൃഷ്ണൻ, കീർത്തന അനീഷ്, ചന്ദ്രിക ബാലൻ, ബബിജ ഹരീഷ്, ജ്യോത്സ്ന ശ്രീകേഷ് എന്നിവർ നേതൃത്വം നൽകി. ക്ഷാജനാദി കലശപൂജ, മഹാകുംഭ കലശപൂജ, ബിംബശുദ്ധി കലശാഭിഷേക പൂജ, മഹാകുംഭ പ്രേക്ഷണം, പ്രായശ്ചിത്ത ഹോമം, ശാന്തി ഹോമം, അദ്ഭുത ശാന്തി ഹോമം തുടങ്ങിയവ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ബാണത്തൂർ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. പാതിരിശ്ശേരി ശ്രീകുമാർ നമ്പൂതിരിപ്പാട്, ബാണത്തൂർ സുദേവൻ നമ്പൂതിരിപ്പാട്, പന്നിയം വള്ളികേശവൻ നമ്പൂതിരിപ്പാട്, പി ജയനാരായണൻ നമ്പൂതിരിപ്പാട്, പി ജയശങ്കർ നമ്പൂതിരിപ്പാട് എന്നിവർ ഉപകർമ്മികളായി നവീകരണ കലശപൂജകളും ഹോമങ്ങളും നടത്തി. ഏപ്രിൽ 15 കാലത്ത് 8 മണിക്കും 10 മണിക്കുമിടയിൽ മഹാവിഷ്ണുവിന്റെ പുനഃപ്രതിഷ്ഠ നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആരോഗ്യ ജീവിതത്തിന് ചെറുധാന്യങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു ക്ലാസ്. മില്ലറ്റ് മിഷൻ പ്രസിഡന്റ് വടക്കണ്ടി നാരായണൻ ക്ലാസ് എടുത്തു. IT അധിഷ്ഠിതമായി നടത്തിയ ക്ലാസ്സിൽ 9 ചെറുധാന്യങ്ങളുടെയും ആരോഗ്യ ഗുണങ്ങൾ, രോഗശമന സാധ്യതകൾ, ഉപയോഗരീതി, മില്ലറ്റ് കൃഷി തുടങ്ങിയവയെല്ലാം വിശദീകരിച്ചു. ക്ലാസ്സിന് ശേഷം ഇരിങ്ങണ്ണൂർ അങ്ങാടിയിൽ വിളംബര ജാഥയും നടത്തി. ഇരിങ്ങന്നൂർ LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ KK കുഞ്ഞിരാമൻ അധ്യക്ഷനായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ സജിത്ത് പാനൂർ, സ്കൂൾ ഹെഡ് മാസ്റ്റർ PK ശ്രീജിത്ത്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ NK മധുസൂദനൻ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് S ഷീജ, ജനകീയ ആരോഗ്യ ക്ലബ്ബ് പ്രതിനിധികളായ PK ശ്രീജിത്ത്, VP ഇന്ദിര തുടങ്ങിയവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡോക്ടർ MS സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശയിലെ MSP താങ്ങുവില നിയമം പാസാക്കും വരെ ദില്ലി ചലോ കർഷക പ്രക്ഷോഭം തുടരുമെന്ന് കിസാൻ മസ്ദൂർ മോർച്ച നേതാവ് സൻവൻ സിംഗ് പത്തേർ. ജില്ലാ സംസ്ഥാന ഓഫീസ് ജീവനക്കാർക്ക് വേതനം നൽകുകയും പുനർവിന്യാസ അനുമതി നൽകാതെ സാക്ഷരതാ പ്രേരകന്മാർക്ക് വേതനം മുടക്കുകയും ചെയ്യുന്നത് അനീതിയാണെന്ന് ദേശീയ സാക്ഷരതാ പ്രവർത്തക യൂണിയൻ. PT റഫീഖ് സ്മാരക പുരസ്കാരം സംവിധായകൻ സിബി മലയിൽ നിന്നും നടൻ സുധീഷ് ഏറ്റുവാങ്ങി. പ്രമുഖ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ മടവൂർ CM മക്കാം ഉറൂസ് മുബാറക് ഏപ്രിൽ 13 മുതൽ 17 വരെ നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.